അല്ല അതൊക്കെ നിയമത്തിൽ പറയുന്നുണ്ടല്ലോ, നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ വാർത്തകൾ വരുന്ന ഞാനൊരു കാര്യം പറയാം. അതായത് അടുത്ത യോഗം വരട്ടെ, നിങ്ങൾ നോക്കിക്കോളൂ. ഇതിപ്പം 101 കൗൺസിലർമാർ എന്ന് അവധി പറഞ്ഞു, എന്ന് പങ്കെടുത്തെന്ന് എനിക്ക് എല്ലാ ദിവസവും തുടങ്ങിയിട്ട് 5 മാസമല്ലോ ഓർമ്മിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞത് ഞാൻ പറയട്ടെ. സത്യത്തിൽ ഞാൻ ആ രജിസ്റ്റർ എല്ലാ ദിവസവും നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഉദ്യോഗസ്ഥരാണ് നിരീക്ഷിക്കുന്നത്, നോക്കേണ്ടത്. ഇപ്പം ആരെങ്കിലും അവധി അറിയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർ എന്ന് വരുന്നവരല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 5 മാസമായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും വരുന്നുണ്ട്. മോസ്റ്റ് വെൽക്കം. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറയുന്നത് ഇന്ന് അസൗകര്യം അറിയിച്ചിട്ടുള്ളവർ ഇന്നാരൊക്കെ എന്നാണല്ലോ ആദ്യം വായിക്കുന്നത്. ആ ദിവസം ഒന്ന് വായിക്കും. ബാക്കി മിനിറ്റ്സ് രേഖപ്പെടുത്തി ഉദ്യോഗസ്ഥരാണ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യും, ലീവ് മാർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അറ്റൻഡൻസ് കൗൺസിലർമാർ മാർക്ക് ചെയ്യും, ലീവ് ഉദ്യോഗസ്ഥർ മാർക്ക് ചെയ്യും. ഓരോ ദിവസം ആര് വന്ന് ലീവ് പറഞ്ഞു എന്നൊക്കെ അത് ആക്ഷേപം ഒന്ന് വായിച്ചില്ലെങ്കിൽ അയാൾ ലീവ് പറഞ്ഞു കാണില്ല. അത് ആക്ഷേപം എങ്ങനെ ആവുന്നത്? അദ്ദേഹം ലീവ് പറഞ്ഞ ഞാൻ പറയാം മോനെ, ലീവ് എങ്ങനെയാണ്? ലീവ് ഒന്നുകിൽ രേഖാമൂലം, ഇവിടുത്തെ കീഴ്വഴക്കം രേഖാമൂലം ലെറ്റർ തരും, മെയിൽ ചെയ്യാം, മേയറെ നേരിട്ട് വിളിച്ച് പറയാം. ഇതാണ് ഇവിടെ നടക്കുന്ന കീഴ്വഴക്കം. ഈ കീഴ്വഴക്കം അനുസരിച്ച് ഈ 3-ൽ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർ ലീവാണെന്ന് ഞങ്ങൾ കൗൺസിലിൽ പറയും. അങ്ങനെ പറഞ്ഞാണില്ല. എല്ലാ ജനാധിപത്യത്തിൽ ഒരുപാട് സമരം നടത്തിയ ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ ജനാധിപത്യത്തിൽ നടത്തുന്ന എല്ലാ ഇടപെടലിനെയും സ്വാഗതം ചെയ്യുന്ന ആളാണ് ഞാൻ. അത് ഇനി നടക്കാൻ പോകുന്നതും കഴിഞ്ഞത് നടന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാം ശക്തമായിട്ടുള്ള ഇടപെടൽ ജനാധിപത്യം. എങ്കിൽ മാത്രമേ ജനാധിപത്യം ചടുലമായിരിക്കുള്ളൂ. എല്ലാവരും 101 പേരും വളരെ നല്ല കൗൺസിലർമാരാണ്. ഇവിടെ വിജയിച്ചു വന്ന 101 കൗൺസിലർമാരും ഏറ്റവും ആപ്റ്റായിട്ട് കോർപ്പറേഷൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന 101 പേരെയാണ് ജനങ്ങൾ ജയിപ്പിച്ചത്. 101 പേര് എല്ലാം ഏറ്റവും മിടുമിടുക്കരായ ജനപ്രതിനിധികളാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ 101 പേര് എന്നുള്ളതാണ് മേയർ എന്നുള്ളതിലേക്ക് എൻ്റെ അഭിപ്രായം. അവർ ഭംഗിയായിട്ട് അവരുടെ വാർഡുകൾ നോക്കുന്നുണ്ട്, വികസന കാര്യങ്ങൾ പൂർണ്ണ പിന്തുടരുന്നുണ്ട്. ഭരണപക്ഷ കൗൺസിലർമാർ ഭരണപക്ഷം എന്നുള്ളതിലേക്ക്, പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിപക്ഷം എന്നുള്ളതിലേക്ക് ശക്തമായിട്ട് ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്നുണ്ട്. ചടുലമായിട്ട് ഭരണം മുന്നോട്ട് പോകുന്നുണ്ട്. അവരുടെ വേറെ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും ഒരു മേയറിൻ്റെ ഉത്തരവാദിത്തമാണത് ഈ ഭരണസമിതിയുള്ള. അത് 101 കൗൺസിലർമാർക്ക് ആർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞാൽ മേയർ അക്കാര്യം മേയറുടെ ഉത്തരവാദിത്തം നിർവഹിക്കും. അല്ല 101 കൗൺസിലർമാരിൽ ആർക്ക് അത്തരത്തിലൊരു സിറ്റുവേഷൻ വന്നാലും മേയർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. അത് നമ്മൾ നിർവഹിക്കും. ഞാനിപ്പോൾ 101 കൗൺസിലർമാരെ വീട്ടിൽ പോകുന്നുണ്ടല്ലോ, 100 പേരുടെയും പോയി തുടങ്ങിയല്ലോ. അല്ല 4-5 പേരുടെ വീട്ടിൽ പോയി, പിന്നെ സമയം കിട്ടുന്നതനുസരിച്ച് 100 പേരുടെയും. ഇപ്പോൾ ഹാർബർ വാർഡിൽ പോയിരുന്നു, അഫ്സയുടെ വാർഡിൽ പോയിരുന്നു, സുധീഷിൻ്റെ വാർഡിൽ പൗണ്ടോടോ സ്വതന്ത്ര കൗൺസിലറുടെ വീട്ടിൽ പോയിരുന്നു. അങ്ങനെ 101 പേർ. അപ്പോൾ അവരുടെ വ്യക്തിപരമായും മേയർ എന്നുള്ള നിലയ്ക്ക് ഇടപെടേണ്ട കാര്യങ്ങളൊക്കെ ഇടപെടും. ഞാനൊരു കാര്യം പറയാം. ഈ എല്ലാ കൗൺസിലർമാരുടെയും അവർ കൗൺസിലർ ആയതിനു ശേഷം കൗൺസിൽ ഇടപെടുന്നതും കൗൺസിലർ എന്നുള്ള നിലയ്ക്കുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഈ മത്സരിച്ച 100 വാർഡിലും ഒരുപാട് പേര് മത്സരിച്ചിട്ടുണ്ട്, 101 പേര് ജയിച്ചിട്ടുണ്ട്. ഇവരൊക്കെ കൗൺസിലിൽ വരുന്നതിന് മുമ്പ് ഏതൊക്കെ കേസിൽ പ്രതിയായിരുന്നു, അവരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാണ് ജനിച്ചത്, ഇതത്രയും നമുക്ക് ഓർമ്മിച്ച് വെച്ചാൽ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ ജയിച്ച് കോർപ്പറേഷനിൽ വന്നതിന് ശേഷം അവരുടെ നാട്ടിലുള്ള ആ വാർഡിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് കൂടുതലും മേയർ ശ്രദ്ധിക്കുന്നത്. ഓരോരുത്തരും അതിന് മുൻപ് എന്ത് പ്രവർത്തിച്ചു, അതിന് ശേഷം അല്ല അതിന് അവിടെ പശ്ചാത്തലം, അത് നമുക്ക് അതിന് അങ്ങനെ ആവശ്യമില്ലല്ലോ. ഞാൻ പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും 2 തവണ ഒരു വിഷയത്തിൽ തന്നെ ഒരേ ദിവസം 2 തവണ ഞാൻ നിങ്ങളെ കണ്ടു. ഈ അഡീഷണൽ ആയിട്ടുള്ള പുതിയ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതൊക്കെ നേരത്തെ മറുപടി പറഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞു. അത് പറയാനുള്ളത് 2 തവണയായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് പിന്നെ നിങ്ങൾ ഞാൻ ഒന്നും പറയാതെ പോകുന്നത് ശരിയല്ലെന്ന് ചോദിക്കും. ബാക്കി കാര്യങ്ങൾ നിയമപരമായിട്ട് വേണം, ബാക്കി നമുക്ക് നോക്കാം. ഇനിയും കിടക്കേണ്ട 4.5 വർഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ.